വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളിക്കെതിരായി മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മ പരമാവധി വികസിപ്പിച്ചെടുക്കാൻ നല്ല സന്ദേശമാണ് ഈ സമ്മേളനം വഴി നൽകിയിട്ടുള്ളത്. 50% കൂടുതൽ ജനങ്ങളുടെ പ്രാതിനിധ്യമുള്ള പാർട്ടിയായി കേരളത്തിൽ CPIM വളരും എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസമാണ് ഈ സമ്മേളനം വഴി രൂപപ്പെടുത്താൻ സാധിച്ചത്. 100 സഖാക്കളാണ് ഈ വേദി പങ്കിട്ട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. 2 റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 74 സഖാക്കളും അതുപോലെ തന്നെ പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ച 25 സഖാക്കളും ഏറ്റവും നല്ല വ്യക്തതയുള്ള സമയത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതിൽ ബോധ്യപ്പെടുത്തുന്നതിൽ അസാമാന്യമായ കഴിവാണ് പ്രമേയം വഴിയും ചർച്ച വഴിയും രൂപപ്പെട്ടത്. അതിന് സഹായകരമായിട്ടുള്ള റിപ്പോർട്ടും ഇവിടെ നൽകാൻ നമുക്ക് സാധിച്ചു. അസാധ്യമല്ല നവകേരളം, സാധ്യമാണ് എന്ന ആത്മവിശ്വാസമാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന. അതിന് സഹായിച്ച പ്രിയപ്പെട്ട പ്രതിനിധികൾ, അതുപോലെ തന്നെ 4 ദിവസമായി ഇവിടെ ക്ഷമാപൂർവം ഇരുന്ന് ഒരു രൂപത്തിലുമുള്ള വിഷമതകളും പ്രകടിപ്പിക്കാതെ സമ്മേളനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഉപദേശങ്ങൾ തന്ന് ഈ സമ്മേളനത്തെ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രകാശ് കാരാട്ട്, ആരാധ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, വൃന്ദ കാരാട്ട്, രാഘവലു, അശോക് ദുബളെ, MA ദേവി, സുഭാഷിണി അലി, A വിജയരാഘവൻ, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെമ്പർ ബിജു കൃഷ്ണൻ, AR സിന്ധു, സംസ്ഥാനത്തെ CC മെമ്പർമാർ, ഇവർക്കെല്ലാവർക്കും പ്രസിഡീയത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗത സംഘത്തിൻ്റെ പ്രവർത്തനം എത്ര വിശേഷിപ്പിച്ചാലും മതിയാവില്ല. 2-2.5 മാസത്തെ പ്രവർത്തനം കൊണ്ട് മാതൃക സൃഷ്ടിച്ച, സോറി, എക്സ്ട്രീമലി സോറി, സഖാവ് SRPയുടെ പേര് വിട്ടുപോയത് ഞാൻ കേൾക്കുകയും ഞാൻ ആദ്യം എഴുതി വെച്ചൊരു പേരായിട്ടുള്ളത്. സ്വാഗത സംഘത്തിൻ്റെ പ്രവർത്തനം ഏതാണ്ട് 80-85% പാർട്ടി മെമ്പർമാരെ അണിനിരത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഈ സമ്മേളനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് പാർട്ടി മെമ്പർമാരുടെ കുടുംബം വഴിയാണ് എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത. അനുബന്ധ പരിപാടികൾ, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ, വിവിധ രൂപത്തിലുള്ള പ്രചരണ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിനിധികൾക്ക് നല്ല ഭക്ഷണം, നല്ല അക്കമഡേഷൻ, വളണ്ടിയർമാരുടെ നല്ല സേവനം, ഇതൊക്കെ ഇവിടെ പ്രകടമായി. അവർക്കെല്ലാവർക്കും പ്രസിഡീയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പത്രദൃശ്യ മാധ്യമങ്ങൾ ആരംഭത്തിൽ തന്നെ നല്ല പ്രോത്സാഹനമാണ് നൽകിയത്. പിന്നീടാണ് ഇടക്കൊന്ന് തിരിഞ്ഞു പോയത്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെന്ന് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് ഇടക്കിടക്ക് പറയാറുണ്ട്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അതും കൊണ്ട് നടക്കട്ടെ, പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ അതും കൊണ്ട് നടക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഒരു രൂപത്തിലുള്ള വിഷമതയും ഞങ്ങൾക്കില്ല. ഈ സമ്മേളനത്തെ നല്ല രൂപത്തിൽ സഹായിച്ച പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മൊത്തത്തിൽ ജില്ലയിലെ പാർട്ടി ഘടകങ്ങൾ, പാർട്ടി മെമ്പർമാർ, വർഗബഹുജന സംഘടനയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ, സാംസ്കാരിക നായകന്മാർ, ഇതെല്ലാറ്റിനും പുറമെ ഇന്നേ വരെ നമ്മൾ കാണാത്ത രൂപത്തിൽ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന അഭ്യുദയ കാമുഷികൾ, അവരെയെല്ലാം പ്രസിഡീയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക.